Magic morning. Magic morning. Magic morning. Okay. Morning. Magic morning. Magic morning. morning. Yes. Magic morning to all. ഇനി ഒരുപാട് പേര് വരാനുണ്ടല്ലോ. വിഷസ് എല്ലാവർക്കും വന്നോ? ഓക്കെ, ഇപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാ. ഓക്കെ, എല്ലാവരും ഇവിടെ ഇല്ലേ? ഓക്കെ, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് ഇന്ന് നമ്മുടെ സ്വന്തം ബഷീർ സാറുടെ സെഷനാണ് വരുന്നത്. നിങ്ങൾ പോസ്റ്ററൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും സാറിന്റെ ടോപ്പിക് വരുന്നത് ബഡ്ജറ്റിംഗ് എന്ന ടോപ്പിക്കാണ് ബഷീർ സാർ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ സാർ എടുക്കുന്ന സെഷൻ എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും അത്രയും യൂസ്ഫുൾ ആവാനുള്ള ഒരു സെഷൻ തന്നെ ആയിരിക്കും. പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ബഷീർ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ബഷീർ സാർ, പ്ലീസ് വെൽക്കം. Thank you, Mufida. Magic morning. കേൾക്കാമോ? Magic morning. Magic കേൾക്കാം morning. സാർ. Magic morning. കേൾക്കാം സാർ, കേൾക്കാം. Magic morning. ബി മാജിക്കിന്റെ പ്ലാറ്റ്ഫോമിൽ കുറെ അവസരങ്ങൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ കിട്ടിയിരുന്നു. എനിക്ക് അറിയാവുന്ന കുറച്ച് അറിവുകൾ അത് ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ ഉള്ള മെച്ചം എന്താ വെച്ചാൽ നമ്മളെ അറിവ് ഒന്നും കൂടി ഫ്രഷ് ആവും. ഇതിപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ളൊരു ആയിട്ട് തോന്നി എനിക്ക്. കാരണം ബഡ്ജറ്റിംഗ് ആണ് വിഷയം. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു സ്ഥാപനം സർക്കാർ ലെവലിൽ പറഞ്ഞാൽ യൂണിയൻ ബഡ്ജറ്റ്, താഴേക്ക് സ്റ്റേറ്റ് ബഡ്ജറ്റ്, പഞ്ചായത്തിന്, അങ്ങനെ വന്ന് ഫാമിലി, ഇൻഡിവിജ്വൽ വരെ ബഡ്ജറ്റ് അടിന്നേ തുടങ്ങണം. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായാലേ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഫൈനാൻസ് ആയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഗോൾ സെറ്റിങ്ങിനൊക്കെ ഒരു ബഡ്ജറ്റ് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ എവിടേക്ക് പോകുന്നത്, അതായത് ഗോള് നമ്മൾ നിശ്ചയിച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള വഴി, അതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ നോട്ട് ചെയ്തിടുന്നതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞത്. ഇന്ന കാര്യം ചെയ്യണം, അതിന് ഇത്ര ഉറുപ്പിൻ്റെ ഫണ്ട് വേണം, അതിന് എൻ്റെ കയ്യിൽ വരുമാനം ഇത്രയേ ഉള്ളൂ, ബാക്കി എന്ത് ചെയ്യണം, എക്സ്പെൻസിൽ എന്ത് ചെയ്യണം, അതൊക്കെ അറിയണമെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റിംഗ് അത്യാവശ്യമാണ്. അത് വ്യക്തിക്കും ആവശ്യമാണ്, സ്റ്റേറ്റിനും ആവശ്യമാണ്. എന്തെങ്കിലും എവിടുന്നല്ലോ പൈസ വരുന്നു, എങ്ങനെയല്ലോ പോകുന്നെന്നുള്ള ചിന്ത വരുമ്പോൾ നമുക്കൊരു ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണ്. ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകണം എന്ന് പറയുന്ന ആള് കാസർഗോട്ടേക്കുള്ള ബസ്സിൽ കയറിയാൽ എന്താ പോലെ അതുപോലെയാണ്. അപ്പോൾ കൃത്യമായ ബഡ്ജറ്റിംഗ് പേഴ്സണലായിട്ടും കീപ്പ് ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ ഒരു ചില പോയിന്റ്സ്, എനിക്ക് അറിവുള്ള ചില പോയിന്റ്സ് ഞാൻ പറയാം. ആദ്യം ഫസ്റ്റായിട്ട് നമ്മൾ ഈ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വരുമാനം വേഗം അറിയാം. കാരണം വരുമാനം എന്ന് പറഞ്ഞാൽ കണ്ണീരാ. അത് കണ്ണിന്ന് മാത്രമേ വരുള്ളൂ, ഒരു സ്ഥലത്ത് തന്നെ വരുള്ളൂ വരുമാനം. പശുവിനുള്ള ആൾക്കാരുണ്ടാവും, എങ്കിലും അതിനൊരു സോഴ്സ് നമുക്ക് കാണാൻ പറ്റും. എക്സ്പെൻസ് അങ്ങനെയല്ല, അത് വേർപ്പ് പോലെ, അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വരും. നമ്മൾ വിചാരിക്കാത്തതും വിചാരിച്ചതും നമ്മൾ അറിയാതെയും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന എക്സ്പെൻസ് ചിലപ്പം മന്ത്ലി നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ സംഖ്യയായി. നമ്മൾ വിചാരിക്കും അത് ചെറിയ പൈസ അല്ലേ, അന്നത്തെ ദിവസം അതെന്തൊരു 10 ഉറുപ്പ്യല്ലേ. പക്ഷെ 40-30 ദിവസം കൂടുമ്പോൾ 300 ഉറുപ്പ്യയായി. അപ്പൊ അത് അങ്ങനെ. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിങ്ങിലാണ് ഇത് നമുക്കിത്
ഈ എക്സ്പെൻസ് എവിടേക്കാ പോകുന്നത്, എന്താണ് നമ്മളെ ചെലവുകൾ, ഏതെല്ലാം ഭാഗത്തേക്കാണ് പോകുന്നത്, അതിൽ എന്തെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതിന്റെ വലിയൊരു, അപ്പൊ നമ്മൾ ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മളെ എക്സ്പെൻസ്, നമ്മളെ പൈസ പോണത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മളെ ട്രാക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഡെയിലി നൈറ്റിൽ ഇപ്പൊ നമ്മളിപ്പം ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ചെയ്യണ മാതിരി ഒരു ചെറിയ സംഭവം അന്നത്തെ എക്സ്പെൻസ് അങ്ങോട്ടേക്ക് നോട്ട് ചെയ്തിടുക. ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് മന്ത്ലി ആയിട്ട് കിട്ടും. പിന്നെ വേണമെങ്കിൽ അതൊരു എക്സൽ ഷീറ്റിലേക്ക് ആക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലേക്ക് നോട്ട് ചെയ്തിടുകയാണെങ്കിൽ അത് ഇയർലി ആയിട്ട് കിട്ടും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മളെ വരുമാനം ഈ ചെലവ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വർഷം നമുക്കൊരു പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഹെൽത്തിനൊരു ഗോള്, നമ്മളെ പ്രൊഫഷനൊരു ഗോള്, അങ്ങനെയൊക്കെ നിശ്ചയിക്കണ മാതിരി തന്നെ നമ്മൾ ഫൈനാൻസിനൊരു ഗോള് ആദ്യം നിശ്ചയിക്കണം. അത് 3 തരത്തിൽ നമുക്ക് കാണാം. ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും, ലോങ് ടേം, ഷോർട്ട് ടേം, മിഡ് ടേം, അങ്ങനെ 3 തരത്തിൽ നമുക്ക് നമ്മളെ ഗോള് നിശ്ചയിക്കാം. ലോങ് ടേം മീൻസ് ഇപ്പോൾ ഒരാൾക്ക് വീടില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം അത് ലോങ് ടേം ഗോളാണ്. ഇപ്പോൾ വാടകയ്ക്കാണെങ്കിൽ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ എനിക്കൊരു വീട് വേണം, കുട്ടികളൊക്കെ വലുതായി വരികയാണ്, അപ്പോഴേക്കൊരു വീട് വേണം, അപ്പൊ അതൊരു ലോങ് ടേം ആയി. അല്ലെങ്കിൽ വീടുള്ള ആളാണ്, കുട്ടി പഠിക്കുന്നത് പ്രൈമറി ലെവലിലാണ്, അപ്പൊ അവനൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് പോവുക, അല്ല അവളുടെ കല്യാണം, അതൊക്കെ നമുക്ക് ലോങ് ടേം ഗോളായിട്ട് നിശ്ചയിക്കാം. മിഡ് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാഹനം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം, ഉള്ള വാഹനം അപ്ഗ്രേഡ് ചെയ്യണം, അതൊരു മിഡ് ടേം ഗോളായിട്ട്. ഇപ്പോൾ സ്കൂട്ടർ ആണെങ്കിൽ നമുക്കത് കാറിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ, എഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കാറാക്കാം, അല്ല ഉള്ള കാറ് അതൊന്ന് പ്രീമിയം ലെവലിലാക്കണം, അതിനാണ് നമ്മൾ മിഡ് ടേം ഗോൾ. ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ ടൂറ്, അങ്ങനെ എന്താ നമ്മളൊരു ചെറിയ ലക്ഷ്വറി, അങ്ങനെ ഞാനൊരു രൂപം പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ 3 തരത്തിൽ ഫൈനാൻഷ്യൽ ഗോൾ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ ഈ ഗോളിലേക്ക്, അപ്പൊ നമ്മൾ ഗോള് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മളെ ഇൻകത്തുനിന്നും ആ പൈസ, ആ ഗോളിലേക്ക് വേണ്ട പൈസ മാറ്റി വെച്ചിട്ട്, എപ്പോഴും നമ്മൾ ഈ സാലറിയിലുള്ള നമ്മളുള്ള എല്ലാവരും കുഴപ്പം എന്താ വെച്ചാൽ, വരുമാനം വന്നാൽ ചെലവെന്താ ചെയ്ത് കഴിഞ്ഞിട്ട് വല്ലതും മിച്ചം ഉണ്ടെങ്കിൽ മാത്രം സേവ് ചെയ്യാന്നുള്ളതാണ് പൊതുവെ മലയാളികളെ സ്വഭാവം. പണ്ടൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളെ പൈസ അതിന് നേരെ മറിച്ച് നമ്മളെപ്പോഴും സേവിങ്ങിന് ഒരു പെർസെൻറ്റേജ് കണക്കാക്കിയിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പൈസ മാത്രമേ സ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഒരു 10,000 റുപ്യ കിട്ടുന്ന ആൾ വിചാരിക്കുക 20% ഞാൻ സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ 2,000 മാത്രമാണ് അതിൽ തിരിച്ചിട്ട് ബാക്കി 8,000 കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഞാനൊരു ഫിഗർ പറഞ്ഞൊന്നുമില്ല, സാലറിക്ക് എപ്പോഴൊരു ഇതുണ്ട്, ഇൻകത്തിനൊരു ഫിനാൻഷ്യൽ ഗോളിലൊരു റേഷ്യോ ഉണ്ട്. അതായത് ഒരു 50% നമ്മളെ നീഡ്സിന്, അതായത് നമുക്കതില്ലാഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. ഇന്ത്യക്കാർ പറയും റോട്ടി കപ്പട മക്കാൻ, അതായത് ഫുഡ്, വസ്ത്രം, ഭക്ഷണം, അതായത് പാർപ്പിടം. അപ്പൊ അത് നിർബന്ധമാണ്, അത് നമുക്ക് എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യം. പിന്നെ വേണ്ട വാണ്ട്സ് ആണ്. വാണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ലക്ഷറി ആവശ്യം, എടുത്താൽ നല്ലത്, മാനസികമായിട്ടൊരു ഇതുണ്ടാവും, എടുത്തിട്ടില്ലെങ്കിൽ വലിയ ദോഷമില്ല, അതിനാണ് ലോൺസ്. ബാക്കി വരുന്ന 20% നമ്മൾ സേവിങ്ങിലേക്ക് വെക്കണതാണ്. ഈ വാണ്ട്സ് തന്നെ ചിലവരെന്ത് ചെയ്യും, 20% വാണ്ട്സ് ആക്കും, 10% നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാൻ, നമ്മളെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ. നമ്മളെ സ്കില്ല് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്യൂണാണെങ്കിൽ അയാൾക്കൊരു, ഞാൻ ലോ ലെവലിൽ അയാൾക്ക് ഡ്രൈവിംഗ് കൂടി പഠിക്കുകയാണെങ്കിൽ അയാൾക്കൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയി. അപ്പൊ അയാളെ ശമ്പളത്തിൽ സ്വാഭാവികമായിട്ട് ഒരു മാറ്റം കാണും. കാരണം ഇയാള് ഓഫീസ് കാര്യങ്ങളും അറിയാം, അയാൾക്ക് ഡ്രൈവിംഗ് ഒരു അഡീഷണൽ ആണ്. അപ്പൊ അങ്ങനെ നമ്മളെത്തുള്ള, അതിപ്പോ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ അയാൾക്ക് PhD, അങ്ങനെ ഏത് ലെവലിലേക്കും
ഇപ്പൊ ടീച്ചിങ് ലെവലിലാണ്, ആ പ്രൊഫഷന് വേണ്ട അയാൾ സ്വന്തമായിട്ട് നമ്മളെ പേഴ്സണലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനൊരു ഇൻകത്തിന് 10% കണ്ടുവെക്കുന്നത് നല്ലതാണ്. അപ്പൊ 20% ബോൺസിന് ഉപയോഗിച്ച് 10% നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുക, 20% നമ്മൾ സേവ് ചെയ്യുക. അങ്ങനെ പോവുകയാണെങ്കിൽ സംഭവം റാഹത്തായിട്ട് നമുക്ക് ബഡ്ജറ്റിങ്ങിന്റെ ഒരു ഭാഗമാണ്. പിന്നെ നമ്മളെ വാണ്ട്സും നീഡ്സും അത് നമ്മൾ നോക്കുക. ഒരു സംഭവം നീഡ്സ് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വാണ്ട്സ് അത് നീഡ്സിലേക്ക് കയറ്റണോ വേണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴൊരു വലിയൊരു ചെലവ് വരുമ്പോൾ എല്ലാവരും പറയും, പെട്ടെന്ന് നല്ലൊരു ഫിഗറിന്റെ ഒരു എക്സ്പെൻസ് വരികയാണെങ്കിൽ അത് 2 ദിവസം ഒരാഴ്ച ആലോചിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. സ്പെൻഡ് ചെയ്യാൻ പെട്ടെന്ന് അപ്പൊ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഇപ്പം തന്നെ വാങ്ങാൻ അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. ഒരു വലിയ ഫിഗറെ സാധാ നമുക്ക് ഒരു ചെറിയ ഫിഗർ ഓക്കെ, ഒരു 50,000 സാധനം കണ്ട് അതിന്നപ്പോ അവര് പറയും ഇതിപ്പോ 2,000 തന്നാൽ മതി, ബാക്കി EMI, ഇതിലാണ് നമ്മൾ വീണു പോകുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വലിയൊരു ഫിഗർ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ അത് മിനിമം ഒരാഴ്ചയെങ്കിൽ ആലോചിച്ചിട്ട് ചെയ്യണം. പിന്നെ ഏതൊരു വ്യക്തിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നീഡ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ജീവിക്കാനുള്ള ആ പൈസ ഒരു മാസം ഒരാൾക്ക് അയാളുടെ ജീവിത ചെലവ് ഒരു 10,000 റുപ്യാണ്, ഭക്ഷണം ഇത് അങ്ങനെ ഉണ്ടായ ആൾക്ക് ചുരുങ്ങിയതൊരു 3 to 6 മാസം വരെയുള്ള എമർജൻസി ഫണ്ട് അയാളെ കയ്യിൽ വേണം. എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വരാൻ, ഇപ്പൊ നമ്മളിപ്പോ കോവിഡൊക്കെ നമ്മൾ മുമ്പിൽ കണ്ട്, കോവിഡിന്റെ കാലത്തൊക്കെ നമ്മളിപ്പോ സർക്കാർ തന്നെ കിറ്റിലൊക്കെ കഴിഞ്ഞ് ജീവിതം ആൾക്കാരുണ്ട്. കാരണം അവരിതേമാതിരി ഒരു എമർജൻസി ഫണ്ട് ഇല്ലാത്തതിന്റെ ഒറ്റ ദോഷം, എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ് 6 മാസം ആരോടും കൈയ്യിട്ടാതെ ജീവിക്കാന്നുള്ളത്. അപ്പൊ അത് ഇതിന്റെ ഇടയിൽ ഈ സേവിങ്സ് പറഞ്ഞ 20% ഞാൻ പറഞ്ഞല്ലോ, ആ 20% നീക്കി വെക്കുന്നില്ല, ആദ്യമായിട്ട് എമർജൻസി ഫണ്ടിലേക്ക് നീക്കി വെക്കുക. പിന്നെ ഇപ്പൊ നമ്മളിപ്പം ഒരു ബഡ്ജറ്റിങ് നമ്മൾ മാത്രം തീരുമാനിച്ചിട്ട് ഫലമില്ല, നമ്മളത് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യണം. നമ്മൾ ഇരിക്കുമ്പം ഭാര്യ ഭർത്താവ് കുട്ടികൾ ഇവര് നമ്മളെ അറിയണം, ഫാമിലി മക്കൾ അറിയണം അച്ഛന് ഇത്ര ഇവർക്ക് വരുമാനമുണ്ട്, നമ്മൾ ഇതിനനുസരിച്ച് അതറിയാഞ്ഞാൽ മക്കൾ ആവശ്യമില്ലാത്ത മറ്റുള്ള കുട്ടികളടുത്ത് കണ്ട സാധനങ്ങളൊക്കെ എനിക്കും കിട്ടണം എന്നൊരു ഫാമിലി നമ്മളെ ബഡ്ജറ്റിങ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവായി കിട്ടും. കാരണം കുട്ടികൾക്കറിയാം അപ്പക്കും ഉമ്മക്ക് ഇത്രയാണ് വരുമാനം, ഇതിന് ഇത്ര ചെലവുണ്ട്, അപ്പം ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെ അവർക്ക് ചെറുപ്പത്തിലെ ഒരു ഫൈനാൻസിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു നോളജ് ചെറുപ്പത്തിലേ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഫാമിലി ബഡ്ജറ്റ് ഫാമിലി വെച്ച് ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലഞ്ഞാല് അവരറിയുന്നില്ല അത് എങ്ങനെ പൈസ വന്ന് അവര് നാളെ സ്കൂട്ടർ വാങ്ങി, ഈ സ്കൂട്ടർ ഇയാൾ EMI-ലേക്കും വാങ്ങിക്കൊടുക്കണം. കുട്ടി ഇതൊന്നും ഞാൻ ശരിയാക്കി എത്രയോ ശമ്പളത്തിന്റെ 60% EMI ആയി നിൽക്കുന്ന എത്രയോ ആൾക്കാർ, 60-70% വരെ ശമ്പളം കിട്ടിയ 10-ാം തീയതി ആകുമ്പോഴേക്ക് 15-ാം തീയതി ആകുമ്പോഴേക്ക് തീർന്നു പോകും. കാരണം ഒരു 70% ഇങ്ങനെ പോയി പോകും. EMI ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാൽ പിന്നീട് ആവശ്യമുള്ള സാധനം വിറ്റിട്ട് ജീവിക്കേണ്ടി വരുന്നത്. അതേമാതിരി കാരണം നമ്മള് ബഡ്ജറ്റ് അപ്പൊ ഈ കുട്ടികൾക്ക് അറിയാം അപ്പൻ്റെ ഇത്ര പൈസയുള്ളൂ, അച്ഛന് ഇത്ര തരാൻ പറ്റുള്ളൂ, ഇത്ര EMI ഉണ്ട് എന്ന് കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു കോൺഷ്യസ്നെസ് വരും, അത് ഇത്ര പോകുന്നു. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം ഒരാൾക്ക് ഒരു 10,000 ഉറുപ്പിന്റെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ ലൈഫ് സ്റ്റൈലിലേക്കും വരിക. 2 കൊല്ലം കഴിഞ്ഞാൽ അയാൾക്ക് ശമ്പളം വർധനവ് ചിലപ്പോൾ 15-ലേക്ക് വന്നെങ്കിലും അപ്പൊ ലൈഫ് സ്റ്റൈൽ അത് മാറ്റുക ചെയ്യും. നേരെ വെച്ച് അയാൾ അതേ ലൈഫ് സ്റ്റൈലിൽ പോവുകയാണെങ്കിൽ അയാൾക്ക് ഈ 5,000 എക്സ്ട്രാ കിട്ടിയതിൽ ഒരു 3,000 കൂടി സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റേഷ്യോ പിന്നെയും കൂട്ടാം. അങ്ങനെ റേഷ്യോ കൂട്ടി വരുമ്പോൾ ഏറ്റവും വലിയ മെച്ചം എന്താ വെച്ചാൽ നമ്മൾക്കാലത്ത് ഒരു റിട്ടയർമെന്റിലേക്കൊക്കെ വരുമ്പോൾ
അതൊരു വലിയൊരു കോർപ്പസ് ഫണ്ടായിട്ട് മാറും. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്. ഞാനെപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ടാണ് പറയുക ആൾക്കാരോട്. കാരണം അതാകുമ്പം നല്ലൊരു പ്രൊഫഷണലി മാനേജ്ഡ് ഫണ്ട്സ് ആയിരിക്കും. നല്ല നല്ല റെപ്യൂട്ടഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഐ മീൻ ബാങ്ക്സ് ഒക്കെ, സ്റ്റേറ്റ് ബാങ്ക് അങ്ങനെയുള്ള നമുക്കറിയാലോ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങൾ ഏതെല്ലാം. അവർ നടത്തുന്ന മ്യൂച്വൽ, അവരാകുമ്പോൾ നല്ല പ്രൊഫഷണലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സ്. അത് വേറെ സബ്ജക്റ്റാണ്, ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർണത്തിലേക്ക് എന്താ വെച്ചാൽ അതിൽ ചെയ്യാം. നിങ്ങളെ ഇതുപോലെ സ്വർണം ചെയ്യുമ്പോൾ എപ്പോഴും ആഭരണമാകാതെ സ്വർണമായിട്ട് വാങ്ങാം, മെറ്റീരിയലായിട്ട്. ആഭരണം വാങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് അത് നാളെ വിൽക്കാൻ പോകുമ്പോൾ, പൊതുവെ ആഭരണം ഇപ്പം പെണ്ണുങ്ങളൊന്നും കല്യാണങ്ങൾക്ക് പോയാൽ അറിയാം, പൊതുവെ ആഭരണ ഉപയോഗം വളരെ കുറവാണ്. അപ്പം ഇത് ഉപയോഗവും ഇല്ല. അതേ സമയത്ത് നമ്മളത് വിൽക്കാൻ ചെല്ലുമ്പോൾ തേയ്മാനം മറ്റേതിൽ നിന്ന് നമ്മളെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഭാഗം അങ്ങനെ പോയി പോകും. അപ്പൊ അതിന് പകരം മറ്റേ കോയിൻസ് വാങ്ങി വെക്കുകയാണെങ്കിൽ അതും നല്ലൊരു ഇതാണ്. പിന്നെ എക്സ്പെൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. ഹൗസിങ്ങിന്, അതായത് റെന്റ് കൊടുക്കുന്ന ഹൗസിങ്ങിന് എത്ര, ഫുഡിന് എത്ര, യാത്രക്ക് എത്ര, എന്റർടൈൻമെന്റിന് എത്ര എന്നുള്ള കാറ്റഗറൈസ് ചെയ്യുക. അത് ബഡ്ജറ്റിങ്ങിന്റെ ഒരു ഭാഗമാണ്, കാറ്റഗറൈസ് ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ മോഡേൺ ആപ്സ് ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാറ്റഗറി ഓരോ തന്നെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ എക്സ്പെൻസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കാറ്റഗറി വരും. ഇതൊക്കെ പണ്ടത്തെ ഒരു സ്റ്റൈലാണ്. ഇന്നിപ്പോ അതിന്റെ ഇതില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫാമിലിയിലായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫാമിലിയിൽ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക കുട്ടികൾക്ക്. അത് ഇപ്പം ഇൻകം ഉണ്ടാക്കി വരുന്ന കുട്ടിക്കാണെങ്കിൽ അവനോട് പറയാം, ഇന്ന എക്സ്പെൻസ് നീ ചെയ്യണം, ഇന്ന മറ്റാൾ ചെയ്യണം. അപ്പം അങ്ങനെ നമുക്ക് പാർട്ടീഷൻ എല്ലാം, അല്ലെങ്കിൽ ഒരു കോമൺ ബാങ്ക് അക്കൗണ്ട്. ചിലവർ അങ്ങനെ ഉണ്ട്, ഒരു ഫാമിലി അക്കൗണ്ട് ബാങ്ക് തുടങ്ങും. അതിൽ ഓരോ മക്കളും എല്ലാവരും അതിലാണ് ഇടുക മാസം മാസം പൈസ. ആ പൈസനെ കൊണ്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഇത് ഓരോ ക്വാർട്ടർലി മോണിറ്റർ ചെയ്യണം. ഈ ബഡ്ജറ്റ് എങ്ങനെ നമ്മൾ വിചാരിച്ച മാതിരി പോകണുണ്ടോ. പിന്നെ രണ്ടാമത് ഈ ഇൻകം നമുക്കറിയാലോ. അപ്പൊ ഇൻകം വർദ്ധിപ്പിക്കാൻ എന്താ വഴി എന്നുള്ളത്. അപ്പൊ ഇൻകം എക്സ്പെൻസും അങ്ങനെ ഇന്ത്യ മുഴുവൻ, ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഇന്ത്യ കമ്മി ബഡ്ജറ്റാണ്. കാരണം വരുമാനത്തെക്കാൾ ചെലവ്, അപ്പോഴാണ് കമ്മി വരിക. അപ്പം അതേമാതിരി തന്നെയാണ് ഫാമിലി. ഇപ്പം ഞാനിപ്പോൾ അടുത്ത് ഒരു ഇതിൽ വായിച്ചു, ഏതൊരു നബാർഡാണെന്ന്, അവര് കേരളത്തിലെ ഫാമിലിന്റെ ഒരു ഫൈനാൻഷ്യൽ സർവേ എടുത്ത് നോക്കിയപ്പോൾ 65% ഫാമിലിയും കടക്കണിയിലാണ്. ഇതാണ് കാരണം. നമ്മള് ഒരു ബജറ്റിംഗ് ഇല്ലാതെ പോണോണ്ടാണ്. ബജറ്റിംഗ് ആകുമ്പോൾ നമുക്ക് മാസം മാസം അറിയാം ഞാൻ എവിടെ നിൽക്കുന്നു. മറ്റത് ഇങ്ങനെ ചെലവാക്കും, പെട്ടെന്നുള്ള ആവേശത്തിൽ ഓരോ സാധനം വാങ്ങും. വീട്ടിൽ വന്നു നോക്കുമ്പോഴായിരിക്കും മറ്റേ EMI ഓർമ്മ വരിക. അപ്പൊ ഈ EMI കൂടി ഇങ്ങനെ. അപ്പോൾ നേരത്തെ ബജറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു പിക്ചർ കയ്യിൽ കിട്ടും. അന്നമാതിരിയാണ് വണ്ടി പോണത് കേട്ടോ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പൊ അതിന് ഇതാണ് എപ്പോഴും നമ്മൾ ഇൻകം വർദ്ധിപ്പിക്കാൻ. എന്തപ്പം ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ചിലവർ പാർട്ട് ടൈം ജോലി ചെയ്യാം, അല്ലെങ്കിൽ വേറെ വരുമാനത്തിൽ നിന്ന് വാടകയുള്ള വല്ല വസ്തുക്കളും വാങ്ങിയിട്ട് അതൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് വരും. പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഡിവിഡൻഡ് വരെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം വരും. ആ എക്സ്ട്രാ ഇൻകം നമ്മൾ സേവ് ചെയ്യാം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും ഒരു മിനിമലിസത്തിൽ പോവുകയാണെങ്കിൽ വലിയ വിഷയമാണ്. അതിന് എത്ര വലിയ കഞ്ഞിയായിട്ട് ജീവിക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. അത്യാവശ്യമൊക്കെ നമുക്ക് ഇത് വേണം. ആകെ ഈ ഒരു ജീവിതമല്ലേ, അതിലെല്ലാം കഞ്ഞിയാണില്ല എങ്കിലും നമുക്ക് കൺട്രോളബിൾ ലക്ഷറി അങ്ങനെ ആക്കുക. ഇപ്പൊ ഞാനിപ്പോ ഒരു വിദ്വാനിപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം. അയാൾ ഇവിടെ നിൽക്കുമ്പോ അയാൾക്ക് ആകെ ഒരു പീഡിയയിൽ ജോലിയാ, മസാല പീഡിയയിൽ. അയാൾക്ക് ആകെ 500 റുപ്യ ഡെയിലി ഉള്ളൂ.
വളരെ കഷ്ടപ്പാട്. അപ്പൊ ഇങ്ങനെ വന്ന് ആള് നല്ല ഹെൽത്തിയാ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അങ്ങനെ ഒരു ഗൾഫിൽ സ്ഥാപനം ഉണ്ട്, അതിലേക്ക് ആക്കി തരാം. ഞാൻ ആക്കി കൊടുത്തു. അവിടെ പോയപ്പോ അയാള് ഇവിടെയൊക്കെ 500 നയിക്കണമെങ്കിൽ അയാൾക്ക് മാസം 15,000 കിട്ടും. അത് ഡെയിലി വേജാ. എനിക്ക് അയാളൊരു ലീവ് 4 ലീവ് എടുത്താൽ 1,000 അത് പോയി. അപ്പൊ 14,000 കിട്ടുള്ളൂ. ഈ ആള് ഇതുകൊണ്ട് ജീവിച്ച ആള് അവിടെ പോയി ഒരു കൊല്ലം. ഇപ്പൊ അയാൾക്ക് അവിടെ ശമ്പളം എന്തായാലും അയാൾക്ക് ശമ്പളം എല്ലാം പാടെ ഒരു മിനിമം 2,000 റിയാൽ. ദാറ്റ് മീൻസ് 40,000 മിനിമം 44. അതിൽ അയാളെ എക്സ്പെൻസ് കഴിഞ്ഞാൽ എന്തായാലും തട്ടി ബാക്കി പോകും. പക്ഷെ അയാൾക്ക് ഇപ്പൊ കഴിഞ്ഞ മാസം അയാൾ പറഞ്ഞപ്പോ ഞാൻ കടത്തിലാണ്. അപ്പൊ എന്താ ഇയാള് അവിടെ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഇങ്ങോട്ട് നാട്ടിലേക്കും. നാട്ടില് പെണ്ണുങ്ങൾ ഇങ്ങനെ പഴയ ലൈഫ് സ്റ്റൈല് മാറ്റി. അപ്പൊ അതേ സമയത്ത് ഞാൻ അയാളുടെ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 2 അക്കൗണ്ട് വെക്കണം. പോകുമ്പോ ഞാൻ ഒരുമാതിരി എല്ലാവരോടും പറഞ്ഞു കൊടുക്കും, ഗൾഫിലേക്ക് പോകണം 2 അക്കൗണ്ട് വെക്കണം. ഫാമിലിക്ക് നിങ്ങൾ ഇപ്പം കൊടുത്ത 10,000 ആണെങ്കിൽ അതൊരു 50% വർദ്ധിപ്പിച്ചിട്ട് 15 കൊടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന മുഴുവൻ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങള് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നിങ്ങൾ ഗൾഫിൽ തന്നെ നിങ്ങളെ അവിടുത്തെ ഗൾഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കാണണമായിരുന്നല്ല. ഇപ്പൊ കഴിഞ്ഞ മാസം അവിടുത്തെ റിയാദിലെ ടെമ്പറേച്ചർ 52 ഡിഗ്രിയാ. ഇതെല്ലാരും എ സിയിലൊന്നും ഇരുന്നിട്ടല്ല പണിയെടുക്കുന്നത്. ഇങ്ങനെ കോമൺ ലേബർ ഇവിടെ പോയ ആൾക്കാരൊക്കെ ആ ചൂടത്താണ് പണിയെടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ആണ് ഇവിടെ പെണ്ണുങ്ങള് ഇങ്ങനെ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അത് അവർക്ക് അതിന്റെ വാല്യൂ അറിയാനില്ല. ഈ ഉണ്ടാക്കുന്ന ആള് നേരെ ഇങ്ങോട്ട് കേൾക്കും. ചോദിച്ചാൽ പോലെ പണ്ട് കുറെ കഷ്ടപ്പെട്ടല്ലേ, ഇനി അവര് നല്ലോണം ജീവിക്കട്ടെ. പക്ഷെ ഇത് ഭാവിയിലേക്ക് ഈ ബജറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് കുഴപ്പമാണ്. ഭാവിയിലേക്ക് ഇത് ദോഷം ചെയ്യും. ആ ജോലി അയാളെ ആരോഗ്യം കുറച്ച് കഴിഞ്ഞാൽ ഇതാവും. സ്ഥിരമായിട്ട് അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ആൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല. അപ്പം ഇവിടേക്ക് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല, മേലോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. അപ്പൊ അപ്പൊ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ നഷ്ടം വരൂല. നമ്മളിങ്ങനെ അന്ന് വീട്ടിലേക്ക് ഇത്ര പൈസ അയച്ച് ബാക്കി പൈസ അവിടെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി ഇവിടെ നിന്ന് കഴിഞ്ഞാല് അയാൾക്ക് നല്ല വരുമാനം ഉണ്ടാവും. ലൈഫിൽ അവിടുന്ന് കൊണ്ട് വരുമ്പോ ഒരു നല്ലൊരു കോർപ്പസ് ഫണ്ട് ഉണ്ടാവും. അതിന് അയക്കും ഫാമിലിക്ക് ഇവിടെ. അത് ഇവിടെ ഇവിടെങ്കിൽ നല്ല സ്ഥലത്ത് ഇതേമാതിരി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഡിവിഡൻഡ് വാങ്ങിയിരുന്നാൽ ജീവിതം സുഖമായിട്ട് പോകും. അപ്പൊ ബഡ്ജറ്റിങ് ഉള്ള ഏറ്റവും വലിയ മെച്ചം എന്താ വെച്ചാല് നമുക്ക് പ്ലാനിങ് കിട്ടും. നമ്മൾ എങ്ങോട്ടേക്കാണ് ഫൈനാൻഷ്യലായിട്ട് പോകുന്നത്. ഇതിപ്പം ഫൈനാൻഷ്യൽ മാത്രമല്ല കേട്ടോ, നമ്മള് ബഡ്ജറ്റിങ് എല്ലാ കാര്യത്തിലും ചെയ്യാം. ഇപ്പൊ നമ്മളെ ഹെൽത്ത് വൈസ് നമുക്ക് ബഡ്ജറ്റ് ചെയ്തത്. ഞാൻ ഇത്ര ദിവസം ഇത്ര മിനിറ്റ് ചെയ്യണം എക്സസൈസ് അല്ല ഇന്നത് ചെയ്യണം. അതില് പാളിച്ച വന്നാൽ അത് നമ്മളെ ഹെൽത്തിനെ ബാധിക്കും. നമ്മളൊക്കെ ഡെയിലി എക്സസൈസ് മാജിക്കലി നമ്മൾ എക്സസൈസ് നമ്മള് കമ്പൽസറിയാണ്. അതേമാതിരി മെഡിറ്റേഷൻ. അപ്പൊ നമുക്കിത് അറിയാത്ത നോക്കണ്ട. പുറത്ത് കോമൺ മാന് സാധാരണക്കാരന് ഈ വക പരിപാടിയില്ല. കാരണം എല്ലാരും മാക്സിമം ഡിസംബർ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ഇവിടുത്തെ സാധാരണ എക്സസൈസിന്റെ പീരീഡ്. അപ്പോഴാണ് ജിമ്മിലും ബീച്ചിലും ഒക്കെ ഭയങ്കര ആളായിരിക്കും. 10-ാം തീയതി കഴിഞ്ഞാൽ നടത്തം കുറഞ്ഞ് പിന്നെ പഴയ മാതിരി തന്നെ വീണ്ടും അടുത്ത ഡിസംബർ. അതായത് കൺസിസ്റ്റൻസി ഇല്ല. ആ 10 ദിവസം ഭയങ്കര ഇന്റൻസിറ്റി ആയിരുന്നു. ഇവന് രാവിലത്തെ ജിമ്മിലേക്ക് പോക്ക്, രാവിലെ പോയിട്ട് പിന്നെ വൈകുന്നേരം പോകണമെന്നായി. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അതേ സമയത്ത് ആ 2 ആഴ്ചത്തെ ആരംഭശൂരത്വം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. നമ്മൾ ഉള്ളത് 10 മിനിറ്റ് ചെയ്താൽ മതി. ആ 10 മിനിറ്റ് ഈ 365 ദിവസം ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഫിറ്റാണ്. അല്ല ഭയങ്കര ബോഡി ബിൽഡർ ഒന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ആകണമെന്നല്ല ഞാൻ പറയാം. ആകേണ്ട ആൾക്കാർക്ക് അതിൽ പോയിക്കോട്ടെ. അല്ലാത്തവർക്ക് അവരെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു ഡെയിലി 20 മിനിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ 24 മണിക്കൂർ ബാക്കി സമയം നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കും. അത് ഡെയിലി ചെയ്യണം. ഒരു ദിവസം വിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ മസിലിന്റെ എൻ്റെ ആ ബുദ്ധിമുട്ട് കാണിക്കും.
പിന്നെ ഈ സേവിങ്സിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആദ്യം തന്നെ ഫിക്സ് ചെയ്താൽ മതി. 2 അക്കൗണ്ട് എപ്പോഴും ബാങ്ക് അക്കൗണ്ട് 2 അക്കൗണ്ട്, സാലറി അക്കൗണ്ട് ഒന്നും എക്സ്പെൻസ് അക്കൗണ്ട് ഒന്നും ആക്കി വെച്ചാൽ എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് സാലറി അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ എക്സ്പെൻസിന് മാത്രം ചെലവാക്കിയാൽ മതി. മറ്റേ പൈസ കൊണ്ട് സേവിങ് ആക്കിയാൽ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം നമ്മളെ അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഇമ്പൾസ് പർച്ചേസസ് അത് ഞാൻ പറഞ്ഞതുകൊണ്ട്. പിന്നെ ടാക്സ് ബെനിഫിറ്റ് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ട് അത് നോക്കുക. അത് വരുമാനമുള്ള ആൾക്കാർക്കാണ് അവരത് ആലോചിക്കുക ഏതെല്ലാം നിലയ്ക്ക് നമുക്ക് ടാക്സ് ബെനിഫിറ്റ്. വാടക കൊടുക്കുന്ന വാടകയ്ക്കൊക്കെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ വീടിന് ലോണുള്ളവർക്ക് അങ്ങനെ ടാക്സ് ബെനിഫിറ്റ് അതൊക്കെ കിട്ടുന്നത്. അത് പിന്നെ നമ്മളെ ഇൻകത്തിന്റെ ലെവല് അനുസരിച്ചിട്ട് അത് നമ്മൾ റെഗുലർലി അത് കൺസൾട്ട് ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടമാനം ഫൈനാൻസിന്റെ പല ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി കുറച്ച് സമയം അതിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഈ സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം മെയിനായിട്ട് ഇതാണ് 10-15 പോയിന്റ്സിൽ ഞാൻ പറഞ്ഞു. അപ്പം ബഡ്ജറ്റിങ്ങിന്റെ ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് നിങ്ങളൊരു ആപ്പ് ഡെയിലി എക്സ്പെൻസ് ആപ്പ് കുറെ ഉണ്ട്. എക്സ്പെൻസ് ട്രാക്കർ ഡെയിലി ഞാൻ ഉപയോഗിക്കുന്ന ഡെയിലി എക്സ്പെൻസ് ആണ്. വെരി സിമ്പിൾ ആണ്. നമുക്ക് ദിവസത്തിന് 3-4 എൻട്രി ഉണ്ടാവുള്ളൂ. അതൊരു 10 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഹാബിറ്റ് ആയി. പിന്നെ അത് ചെയ്തോളൂ. അതിൽ നിങ്ങൾക്ക് അപ്പോഴങ്ങനെ മാസം എൻഡിൽ നോക്കുമ്പോഴാണ് നമ്മളെ പൈസ എവിടെല്ലാം പോയത്, നമുക്ക് എങ്ങനെല്ലാം എവിടെല്ലാം നമുക്ക് പിടിക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ബഡ്ജറ്റിങ്ങിന്റെ അത്യാവശ്യം. അതിന്റെ അത്യാവശ്യം ഒരു ഘടകമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെയിലി ട്രാക്ക് ചെയ്യുക, എഴുതുക, എന്നിട്ട് അത് മന്ത്ലി ട്രാക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇപ്പം ബഡ്ജറ്റിങ്ങിനെ പറ്റിയുള്ള ചെറിയൊരു വിവരണം. ഒരു വലിയ വിഷയമാണ്, പക്ഷെ അത്ര അങ്ങോട്ടേക്ക് നമുക്ക് പോകേണ്ട വെച്ചാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇത്ര മതി ബേസിക്. ഓക്കെ, താങ്ക് യു. ബി മാജിക്കിനോട് ഞാൻ നന്ദി പറയാണ്. എനിക്കിങ്ങനെ ഓരോ അവസരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തരുന്നതിന്. എനിക്കും അത് എൻ്റെ ഒരു മൈൻഡും ഒന്ന് ഫ്രഷ് ആവും. എൻ്റെ നോളജും പഴയ ഓർമ്മകൾ തട്ടി എനിക്കും ഒന്ന് ഫ്രഷ് ആകാൻ പറ്റും. ആ നോളജ് നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകരിച്ചാൽ ഞാൻ സിദ്ധാർത്ഥനായി. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ ലിസണിങ്. ഓക്കെ, താങ്ക് യു ബഷീർ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കിനുള്ള ടൈമാണ് ഇനി. ആർക്കെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങളിങ്ങനെ വെച്ചിരിക്കാതെ ഇപ്പം തന്നെ ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പം ആരാണ് ഫസ്റ്റ് ഡൗട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആണെങ്കിലും ഷെയർ ചെയ്യാൻ വരുന്നത്? ഹലോ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. ബഷീർ സാർ നമ്മളൊരു മെൻറ്ററാണ് ശരിക്കും ഈ ഗ്രൂപ്പിന്റെ. ഞാൻ ഇടയ്ക്കിടെ ബന്ധപ്പെടാറുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ബഷീർ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഡെയിലി എക്സ്പെൻസ് ഒക്കെ പിന്നെ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അതായത് പെട്രോളിൻ്റെ അതൊക്കെ ആണെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ 18,000 രൂപേൻ്റെ പെട്രോൾ ഒരു മാസം അടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതിന് മുമ്പ് അതിലും കൂടുതലും കുറച്ചുകൂടെ അടിച്ചിട്ടുണ്ട്. അത് നോട്ട് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ അതൊക്കെ കൺട്രോൾ ചെയ്ത് അതിൻ്റെതായ ലെവലിൽ പിന്നെ ചെയ്തപ്പോൾ ചെറിയൊരു മാറ്റം, ഒരു 2-3 രൂപേൻ്റെ ഒക്കെ മാറ്റം വന്നു തുടങ്ങി. ഡെയിലി 500 രൂപ നിങ്ങൾ ഉദ്ദേശിച്ചത്, ഞാൻ യാത്ര അല്ല കേട്ടോ, എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ട് ഞാൻ പിന്നെ വണ്ടിയിലാണ് സെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡെയിലി 500 രൂപ അതിലേക്ക് അടിക്കണം. പിന്നെ ബൈക്ക് ഉണ്ടായിരുന്നു, പിന്നെ സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഒരു ബൈക്ക് ഇപ്പോൾ തൽക്കാലം തട്ടി. വൈഫ് ഞാനും കൂടി ഒരു സ്കൂട്ടർ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ ഇതും കുറഞ്ഞു കിട്ടി. പിന്നെ അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റ്, പിന്നെ ഞാൻ സാറോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിന് മുമ്പൊക്കെ. ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നമ്മുടെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ വായിച്ചതിന് ശേഷം ഞാൻ ദിവസവും ചെറിയ തുക മാറ്റി വെക്കുന്ന ഇതിൽ പറഞ്ഞിരുന്നു. അങ്ങനെ മാറ്റി വെച്ച് ഞാനൊരു പവനായിട്ട് ഒരു 8 ഗ്രാമിൻ്റെ പൈസ ആയിട്ട് ഒരു ഗോൾഡ് വാങ്ങാമെന്ന് വേണ്ടി ഇങ്ങനെ വെച്ചിരുന്ന സമയത്ത് തന്നെ നമ്മളെ ഹിദായത്ത് സാറ് വിളിച്ചിനോട് പറഞ്ഞു, അവരൊരു സുഹൃത്തുണ്ട് ജ്വല്ലറിയിലാണ്, ആൾ 5-8 വർഷമായിട്ട് ജ്വല്ലറി സെയിൽസ്മാനാണ്,
പക്ഷെ ഇപ്പൊ 10 മാസമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഗ്രാമിന്റെ കോയിൻസ് ഇങ്ങനെ വാങ്ങി വെക്കുന്നുണ്ട് ചെറിയ പൈസക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് 12 കോയിൻ ആയിട്ടുണ്ട്, 12 മാസത്തോളമായി. അപ്പൊ അദ്ദേഹത്തോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വാങ്ങിക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ ഉള്ളിലും ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൈസ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഞങ്ങളത് വാങ്ങാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ശരിക്ക് ഒരു 100 രൂപ മാറ്റി വെക്കുന്ന ആൾക്കും ശരിക്കും ഒരു 3000 രൂപ ആയാൽ ഈ സാധനം വാങ്ങാൻ പറ്റും. കാരണം ചെറിയ മില്ലിഗ്രാമിന്റെ ഒക്കെ കോയിൻസ് കിട്ടും, ഒരു പൊട്ട് പോലുള്ളത് വരെ കിട്ടും. അപ്പൊ ചെറിയ പൈസ തുക വരെ മാറ്റി വെക്കുന്ന ആളുകൾക്ക് ഇത് ചെയ്യാം. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഇത് പൈസ കൂടിക്കൂടി വരികയാണ്. അതായത് 300 രൂപക്ക് വാങ്ങിയ സാധനം ചിലപ്പോൾ 4 മാസം കൊണ്ട് ചിലപ്പോൾ 900 രൂപ ആവും. പിന്നെ ഇത് ഒരുപാട് അങ്ങനെ വാങ്ങി വാങ്ങി പിന്നെ ഇതൊരു ഇൻവെസ്റ്റ് ആക്കി നമ്മളിത് വേറെ എന്തിലേക്കൊക്കെ പാസീവ് ആക്കാനൊക്കെ പറ്റും. നമ്മൾ അറിയാതെ വരുന്നതാണ്. പൈസന്റെ മാതിരി നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യൂല, എടുത്ത് തിരിമറിയൊന്നും ചെയ്യൂല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ബിമാജിക്കിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി പേഴ്സണലായിട്ട് തന്നെ ബഷീർ സാറോട് താങ്ക് യു പറയാണ്. കാരണം ഇതിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട്, ബഷീർ സാറെ കയ്യിൽ എത്ര തുക വന്നിട്ടുണ്ട്, ഇതിന് എന്ത് ചെയ്യണോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരും. ഇപ്പോൾ ഞാനൊരു RD തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്. പിന്നെ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലെ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആഴത്തിൽ പഠിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ബഷീർ സാറൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നിരന്തരം ഓരോ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ അങ്ങനെ കേൾക്കുക പോവുക എന്നുള്ളതിലുപരി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈം മാനേജ്മെന്റ് നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം സമയം ലാഭിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ മണി മാനേജ്മെന്റും. ഇപ്പോൾ അതേപോലെ ഞാനൊക്കെ ഒരുപാട് അനാവശ്യ എക്സ്പെൻസ് ഉള്ള ആളായിരുന്നു. കാരണം ഇടയ്ക്കിടെ വെറുതെ ടൗണിൽ പോകുമ്പോൾ ഒരു ജീൻസ് വാങ്ങുക, അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങുക, ഒരു അട്രാക്റ്റീവ് ഉള്ള ഒരു വാച്ച് ഉണ്ടാവുക, വാങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു ഇനത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 4-5 റുപ്യ എങ്ങനെയായാലും മാസം സേവ് വരുന്നുണ്ട്. ആ പണമാണ് പിന്നെ സേവിങ്സിലേക്കായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറെ നമുക്ക് വരുന്ന പൈസ നമ്മൾ എന്താക്കുക, സേവ് ചെയ്യുക എന്നുള്ള, കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിനാണ് കൂടുതൽ ഉള്ളത് മിച്ചം വെച്ചാൽ വലിയൊരു ബെനിഫിറ്റാണ് എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ നന്ദി, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു നൗഫൽ. താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത ആൾക്ക് പറയാട്ടോ. ആരാണ് പറയുന്നേ? മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല ഒരു ബഡ്ജറ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെലവ് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് എങ്ങനെ എത്രത്തോളം നമുക്ക് ചെലവാക്കാൻ പറ്റും എന്നുള്ളത് വളരെ വിശദമായിട്ടാണ് ഇന്ന് പറഞ്ഞു തന്നത്. അതുപോലെ നമ്മളെ സേവിങ്സ് 20% എന്നുള്ളത്, അതുപോലെ തന്നെ വാൺസും നീഡ്സും എത്ര 50-30 എന്നുള്ള ആ ഒരു റേഷ്യോവും വളരെ നല്ല രീതിയിലാണ്. അപ്പൊ 30 നമ്മൾ ഒരു എമർജൻസി ഫണ്ടിലേക്ക് മാറ്റാനുള്ള ഒരു സാധാരണ നമ്മൾ ആലോചിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പം ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ അതിന് ഉപകരിക്കാൻ വേണ്ടിയിട്ട് അതൊരു 10% നമ്മൾ നീക്കിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള ചില അൺഫോർസീൻ എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് അത് തരണം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബഡ്ജറ്റ് വരുന്ന സമയത്ത് ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞത് വളരെ ഒരു വലിയ കാര്യമാണ്. ഇപ്പം മറ്റുള്ളവരറിയാം, നമ്മളെ മകനെ അറിയാം, അല്ലെങ്കിൽ നമ്മളെ മകളെ അറിയാം, അല്ലെ കുട്ടികളെ അറിയാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ഭാര്യ, എല്ലാവരും നമുക്കുള്ള വരുമാനം എത്രയാണ്, നമുക്ക് എത്ര വരെ പോകാൻ പറ്റുന്നുള്ളത് അവർക്കും കൂടി ഒരു മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ചെലവുകളാണ് ഉണ്ടാകുക. പലപ്പോഴും നമുക്ക് ആഗ്രഹങ്ങൾ വളരെ വലുതായിട്ടാണ് ഉണ്ടാകുക, അതിനനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യും. പക്ഷെ നമ്മളത് നമ്മളെ എക്സ്പെൻസ് അല്ല, ഇൻകം എത്രയാന്നുള്ളത് നമുക്ക് ബോധം ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും EMI കിട്ടുന്നതിനെ കൊണ്ട് നമ്മൾ കൂടുതൽ അതിലേക്ക് പോവാണ്. അപ്പൊ അത് റെസ്ട്രിക്ട് ചെയ്യാനും, അപ്പോ നമ്മളെ ഒരു ശരിയായ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടാകുന്നുള്ളതാണ്. അതുപോലെ ബഷീർ സാർ പറഞ്ഞ പോലെ മറ്റേ എന്താ ഒരു SP അക്കൗണ്ട് തുടങ്ങുമ്പോൾ സാലറിക്ക് ഒരു അക്കൗണ്ടും എക്സ്പെൻസിന് വേറെ അക്കൗണ്ട് ഇങ്ങനെ സോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം
നിലവിൽ നമുക്ക് പലതരം ആപ്പുകൾ കിട്ടും. അപ്പോൾ എക്സ്പെൻസസ് സോർട്ട് ചെയ്യാനും അതിന് നോക്കിയിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റുന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ഭാവിയിൽ എന്തിലൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ നോബൽ സാർ പറഞ്ഞ മാതിരി പെട്രോളിന്റെ എക്സ്പെൻസ് ഇത്ര കൂടി എന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ അല്ലെങ്കിൽ അഡീഷണൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതൽ എക്സ്പെൻസസ് വരുന്നത്. അതും കൂടാതെ അത് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല ഒരു ഇൻകം കൂട്ടാനുള്ള വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ് തേടാനും പറ്റുന്നുള്ളതാണ്. ഏതായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്. താങ്ക് യു. Thank you, Mani sir. Thank you so much. Yes. ഗുഡ് മോർണിംഗ്. Okay. Sir, പറഞ്ഞോളൂ. നന്നായിട്ടുണ്ട് ക്ലാസ്. ബഷീർ സാഹിബിന്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഇപ്പൊ മൊബൈൽ കംപ്ലൈന്റ് ആയതുകൊണ്ട് ചാർജ് നിൽക്കുന്നില്ല, വളരെ ഡൗൺ ആണ്. അപ്പൊ ഞാൻ ഓഫ് ചെയ്യാൻ പോവാ. പിന്നെ നന്നായിട്ടുണ്ട് ബഷീർ സാഹിബ് ക്ലാസ്. ഇനി ഇതുപോലത്തെ ടോപ്പിക് ഇട്ട് വരണം. നമ്മളെ ബഡ്ജറ്റിന്റെ കാര്യമൊക്കെ വളരെയധികം, ഫാമിലി ബഡ്ജറ്റും അതൊക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല ഇത്രയും കാര്യങ്ങളൊക്കെ ചെലവാക്കുന്ന കാര്യത്തിലൊക്കെ. നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. Okay, thank you, Mustafa sir. Thank you so much. കഴിഞ്ഞ Sir, പറഞ്ഞോളൂ. സർ. അല്ല, ബഷീർ സാറ് നമ്മളെ ഡിമാജിക്കിലെ മെമ്പർമാരെ പൈസക്കാരാക്കാനും ഉള്ള പൈസ സ്വരൂപിച്ച് വെച്ച് ഒരു സെറ്റപ്പിലാക്കാനും പറ്റിയ ഒരാളാണ്. എല്ലാ ക്ലാസ്സിലും ഏതെല്ലാം രീതിയിൽ സമ്പാദിക്കാമെന്നും ആ സമ്പാദ്യം എങ്ങനെ സേഫ്റ്റി ആക്കാം എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായ ഒരു വശം ബഷീർ സാർ എടുത്തിട്ടുണ്ട്. അത് പ്രാക്ടിക്കലാണ്. പ്രാക്ടീസ് ചെയ്ത് അനുഭവം ഉള്ളതാണ്, അല്ലാതെ വെറുതെ പുസ്തകത്തിൽ നോക്കി വായിക്കല്ല. ശരിയാണ്. ജീവിതം തന്നെ ഒരു പാഠാണ്. അതെ അതെ അതെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു മീറ്റപ്പ് ചെറുതായിട്ട് വെക്കുന്നുണ്ട്. ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് അടുത്ത ഞായറാഴ്ച പ്ലാനിങ് ഉണ്ട്. അപ്പൊ വരാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യാം, നമ്മളെ മെയിൻ ഗ്രൂപ്പിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. താങ്ക് യു. Okay. Thank you, Rasak sir. എവിടെ പോയി ബാക്കിയുള്ളവരൊക്കെ? മാജിക് മോർണിംഗ്. താങ്ക് യു ബഷീർ. ഞാനിപ്പോ ഞങ്ങള് ഇവിടെ ഫാമിലി ആയിട്ടൊരു പുതിയൊരു ഷോപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾക്കിപ്പോ ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഉപദേശം പോലെയാണ് ഈ ഒരു ക്ലാസ്. നമുക്ക് എങ്ങനെ ബഡ്ജറ്റുകൾ എങ്ങനെ ക്രമീകരിച്ച് വെക്കാം കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങളിപ്പോ 20% മാത്രം സേവ് ചെയ്യുന്ന ആളുകളാണ്. അതും ഞാൻ തുടങ്ങിയത് ബിമാജിക്കിൽ വന്നതിന് ശേഷമാണ്. അതിനു മുന്നേ സേവിങ്സ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. കാരണം കിട്ടുന്ന പൈസ എങ്ങനെ ചെലവാകുന്നതെന്ന് പോലും അറിയാത്ത ആളുകളായിരുന്നു ഞങ്ങൾ. അപ്പൊ ബിമാജിക്കിലേക്ക് വന്നതിന് ശേഷമാണ് സേവിങ്സ് തുടങ്ങിയത്. അതിന്റെ കൂടെ ഈ ക്ലാസ്സും കൂടെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആ ഷോപ്പിന്റെ കാര്യത്തിൽ ഒക്കത്തിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാൻ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക? അപ്പൊ തുടങ്ങി വെച്ചു. അപ്പൊ ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക, എങ്ങനെയായിരിക്കും ഇതിൽ ഫണ്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇറക്കുക, ഇതിലൊക്കെ ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഈ ക്ലാസ് ഭയങ്കരമായിട്ട് ഉപകാരമായി. എനിക്കായിട്ട് ദൈവം തന്നൊരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഇനിയും ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ കാത്തിരിക്കും. അപ്പൊ സാറിന്റെ ഒക്കെ അനുഭവത്തിൽ നിന്നുള്ള ഉള്ളതാണ്. കാരണം ഒരു നോട്ട് ബുക്കോ അല്ല ടെക്സ്റ്റ് ബുക്കോ നോക്കി പറയുന്നതല്ല. സാറിന്റെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ നമുക്ക് അത് അത്രയും റിലേറ്റഡ് ആവും. കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ലൈഫായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ പെട്ടെന്ന് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. Hello. Thank you. Yes. Magic morning. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഞാൻ ഇതിനു മുന്നേയും സാറിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം, പിന്നെ എക്സ്പെൻസ് എഴുതി വെക്കണം, അതുപോലെ സേവിങ്സ് 20% സേവിങ്സ്,
അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അതൊക്കെ ഒന്ന് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ആ ഒരു കാര്യം പറഞ്ഞു തന്നത് സാറാണ്. ഞാൻ എക്സ്പെൻസസ് സ്ഥിരം എഴുതി വെക്കുക, എൻ്റെ ജേണൽസിന്റെ കൂടെ തന്നെ അതും എഴുതി വെക്കാറുണ്ട്. പിന്നെ അതുപോലെ സേവിങ്സ് 20%, അത് സാലറി കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്യുന്നത് അതാണ്. അത് സാറ് പറഞ്ഞു തന്നതാണ്, മുന്നേ പറഞ്ഞു തന്നതായിരുന്നു. അതുപോലെ ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യാം. അത് ഞാനിപ്പോൾ കുട്ടികളോടൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. ഞാനൊരു ഫിനാൻസ് ക്രൈസിസിൽ പെട്ട ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് ഞാൻ പറയും, ഇപ്പം ചെറിയ ആള് 2ാം ക്ലാസ്സിലാണ്. അപ്പം അവനോടും അതുപോലെ മോള് 8ലാണ്. മോൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ മോന് എപ്പോഴും അത് ഒരു പ്രാവർത്തികമാക്കണം എന്നില്ല. എന്നാലും എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, പിന്നെ ഇത് വാങ്ങിക്കാൻ ക്യാഷ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഇനി അടുത്തതായിട്ട് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, ഒരു ആപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിൽ ഏത് ആപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്? ഡെയിലി എക്സ്പെൻസ് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ പിന്നെ അതിന് സിമ്പിൾ ആയിട്ട് ചെയ്യാം. വെരി സിമ്പിൾ ആണ്. അതെ അല്ലെ. അപ്പൊ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് അതാണ്. സാറ് മുന്നേ പറഞ്ഞ ക്ലാസ്സിലുള്ള 2-3 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് ഈ ഒരു ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി എക്സ്പെൻസ് എന്നുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ്. എന്തായാലും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാൻ ഈശ്വരൻ സഹായിക്കട്ടെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ജെസ്സി മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇനി ആരും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്? മാജിക് മോർണിംഗ്. യെസ്, ഓക്കെ. നമ്മുടെ ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് പോലും കുറച്ച് ഓർഗനൈസ്ഡ് ആവാൻ പറ്റും തോന്നുന്നു. സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മന്ത്ലി എത്ര ടോട്ടൽ എക്സ്പെൻസ് ആയിട്ടുണ്ടെന്നും അത് ഏതൊക്കെ കാറ്റഗറിയിലേക്ക് ആയെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു സാറ് പറഞ്ഞതുപോലെ ഇതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് ചിലവാക്കുകയാണെങ്കിൽ നമുക്കൊരു ഏറ്റവും കുറഞ്ഞ ഒരു 10% നമ്മുടെ അനാവശ്യ എക്സ്പെൻസ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. എനിക്ക് ഗൂഗിൾ പേ വഴി നോക്കുമ്പോൾ എൻ്റെ എക്സ്പെൻസിലൊരു നല്ലൊരു ശതമാനം ആവശ്യമില്ലാതെ ചിലവാക്കിയതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഓരോ തവണ ഈ ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്തും അതിൻ്റെ താഴെ പേ ചെയ്യുന്നതിന് മുമ്പ് എന്തിന് ചെയ്ത പേയ്മെൻ്റ് ആണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറുതായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അവിടെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് എന്തിൻ്റെ പേയ്മെൻ്റ് ആണെന്ന്. അപ്പോൾ ഇപ്പോൾ സ്നാക്സ് മേടിച്ചാണെങ്കിൽ സ്നാക്സ് ആണെന്നും, അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഐറ്റംസ് ആണെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്കതിൽ ഓരോ മാസവും ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തിനൊക്കെ ആ പൈസ പോയിക്കുന്നതെന്നിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാർ പറഞ്ഞ പോലെ ഈ മാനേജ് ചെയ്യാൻ അങ്ങനൊരു മൈൻഡ് സെറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു 10-15% നമ്മുടെ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് കട്ട് ചെയ്യാനും സേവ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഈ ഓർഗനൈസ്ഡായിട്ട് മാനേജ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഉപയോഗമായിട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യൂബിൾ ഇൻഫർമേഷൻ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു രഞ്ജിത്ത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. സാർ ഒരു സംശയമുണ്ട്. ഇടയ്ക്ക് 50% ആ ഒരു ഇത് പോയിന്റ് പറഞ്ഞപ്പം എനിക്ക് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. അതിന്റെ എന്തായിരുന്നു സാറേ പറഞ്ഞത്? ബാക്കിയെല്ലാം എഴുതിയെടുത്ത്. സാലറിയുടെ 50% നമ്മളെ നീഡ്സിന്, അത്യാവശ്യ കാര്യങ്ങൾക്ക്, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് ഭക്ഷണം, വസ്ത്രം, ഇത് 3 നമ്മളെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത നമുക്ക്. അതിന് 50%, 30% നമ്മളെ വാണ്ട്സ്, അത് ഒഴിവാക്കിയാലും വിഷമമില്ല എന്നുള്ള 20% നമ്മളെ സേവിങ്ങിൽ. അപ്പൊ ഒരു 10,000 രൂപ ശമ്പളം കിട്ടുന്ന ആള് 2,000 രൂപ ആദ്യമായിട്ട് സേവിങ്ങിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി 8,000 രൂപ കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ആ 8,000 തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3,000 രൂപ 30%
അതില് എത്രയും വീണ്ടും മിച്ചം വെക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. ഓക്കെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ, നല്ലൊരു ക്ലാസ്. താങ്ക് യു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഷൈനി മാം. ടൈം ഇപ്പം ഒരുപാടായിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ മൈൻഡപ്പ് ചെയ്തോട്ടെ ബഷീർ സർ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം ഇന്നത്തെ നല്ല നമുക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ എടുത്ത ബഷീർ സാറിന്, അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ഓൾ, ഹാവ് എ നൈസ് ഡേ. Thank you, Bashir sir. Thank you all. Thank you very much. Thank you, sir. Thank you all. Thank you so much.